2.5 ലക്ഷം ഫലസ്തീനികളെ കാണുന്നില്ലെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം UNRW ആണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പറയുന്ന കാര്യം UN സഭയുടെ ദുരിതാശ്വാസ പ്രവൃത്തി ഏജൻസിയാണ് UNRWA. അവരാണ് റിപ്പോർട്ട് ചെയ്തത്. കാൻ യൂനിസിൻ്റെ മേഖലയിൽ നിന്ന് 2.5 ലക്ഷത്തോളം ആളുകളെ കാണുന്നില്ല. ഇത് തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലെല്ലാം ഒരു ഏരിയയിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും ഈ മേഖലയിൽ നിന്ന് കാണുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത്, അത് ഇസ്രായേലിലെ ദിനപത്രം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ വടക്കൻ ഗാസയുടെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇസ്രായേലി സൈന്യം 2.5 ലക്ഷം ഫലസ്തീനികളെ മാറ്റിയിരിക്കുന്നു. കുടിയിറക്കിയതാണോ, മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് മാറ്റിയതാണോ, അതല്ലെങ്കിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള വാതിലുകൾ തുറന്നുകൊണ്ട് ഈജിപ്തിലേക്കോ മറ്റോ ഏതെങ്കിലും ഭാഗത്തിലേക്കോ അവരെ തുറന്നു വിട്ടതാണോ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. മാനുഷിക മേഖലകൾ എന്നാണ് അതിന് അവർ പരാമർശം കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ മാറ്റം ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ. അപ്പോൾ അതിൽ ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കൂട്ട കുടിയിറക്കം നടന്നിട്ടുണ്ട്. അതിൽ ആ ഇറക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഫലസ്തീൻ പോരാളികൾ, അതായത് ഹമാസിനാണ് ഉദ്ദേശിക്കുന്നത്, ഭൂഗർഭ ഭൂമിക്ക് മുകളിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വരുന്നത് തടയാൻ വേണ്ടി കാൻ യൂനിസിൻ്റെ ഭാഗങ്ങളിൽ, അതായത് കാൻ യൂനിസിനും ദൈർ അൽ ബലൂജിയുടെയും ഭാഗങ്ങളിൽ നിന്ന് അവരെ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ. എന്നാൽ ഫലസ്തീൻ്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റി പറയുന്ന കാര്യം 2.5 ലക്ഷം ഫലസ്തീനികളെ കാണുന്നില്ല. അതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഏതാനും ദിവസങ്ങളായി ഞങ്ങൾ അവരെ പരുതുകയാണ്, അല്ലെ തിരയുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അറിയേണ്ട പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്തം ഫലസ്തീൻ അതോറിറ്റിക്കുണ്ട്. ആയതിനാൽ തന്നെ ഞങ്ങളത് അന്വേഷിച്ച സമയത്ത് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല. എന്നാൽ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു പ്രദേശത്ത് നിന്ന് 2.5 ലക്ഷം മനുഷ്യന്മാരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായ രീതിയിലും അതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരണം ഇസ്രായേൽ തന്നെ തരേണ്ടത്. ഇസ്രായേൽ ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ UN സഭയുടെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങൾ അതേക്കുറിച്ച് വിവരം പറഞ്ഞതിനോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ പത്രം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അത് ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: കാൻ യൂനിസാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലസ്ഥാന നഗരി പോലെ പ്രവർത്തിക്കുന്നത്. കാര്യം, പരമാവധി ബന്ദികളും അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ നേതാക്കന്മാരെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാൻ യൂനിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്താണ് ബന്ദികൾ ഉള്ളത് എന്ന് സംശയിക്കുന്നു. അതേപോലെ തന്നെ സായുധപരമായ രീതിയിലുള്ള സൈനിക പരേഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഈ ഏരിയയിലാണ്. അപ്പോൾ മേൽഭാഗത്തുള്ളത്, അതായത് ബങ്കറിൻ്റെ മേൽഭാഗത്തുള്ള ഭൂമി പ്രദേശത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരായിരിക്കുന്ന ഫലസ്തീനികളാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളോ സംവിധാന കാര്യങ്ങളോ ഇല്ല. അവർ ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്നതാണ്. അപ്പോൾ ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാൽ ഈ മേഖലയുടെ അടിഭാഗത്ത് ഏതോ ഭാഗങ്ങളിലെല്ലാം ഈ പറയപ്പെട്ട പോരാളികളോ ബന്ദികളോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരെ ഒറ്റയടിക്ക് തൽക്ഷണം നീക്കം ചെയ്താൽ പിന്നീട് അടിഭാഗത്തുണ്ടാകുന്ന ഹമാസിൻ്റെ പോരാളികൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല. അല്ല, അങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ IDF സംഘത്തിന് പിടികൂടാൻ വേണ്ടി സാധിക്കും. ഇതാണ് അവരുടെ തന്ത്രം എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ മേഖലകളിൽ ഇപ്പോഴും പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന ഘടന ഫലസ്തീനെല്ലാം ഉണ്ടാക്കി വെച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പല അന്വേഷണ ഏജൻസിയെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ പഠന വിധേയമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടിരുന്നു. അതൊരു അന്വേഷണ റിപ്പോർട്ട് സംവിധാനങ്ങൾ സർക്കാരിന് സമർപ്പിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് ഏകദേശം 7000-ലധികം ഫലസ്തീനികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതായത് പിടികൂടപ്പെടുന്ന ഫലസ്തീനികളെ മുഴുവനും ചോദ്യം ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ച ബന്ദികൾ ഏത് ഭാഗത്താണ്, എങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ, സാഹചര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. എന്നാൽ അവർക്ക് യാതൊരു പിടിയും ഇപ്പോഴും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും ആളുകളെ ചോദ്യം ചെയ്തിട്ടും കൃത്യമായ രീതിയിൽ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മേഖല കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ IDF സംഘത്തിനുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടത്തോടെ അവിടെ നിന്ന് മാറ്റി അവരെവിടെയാണ് എന്ന് അറബ് ലോകം ഇപ്പോൾ ചോദിക്കുന്നു. കൃത്യമായ രീതിയിൽ വിവരം 2.5 ലക്ഷം മനുഷ്യന്മാരുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഈജിപ്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അതിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ
സാഹസികമാണ്, അതൊരിക്കലും നടക്കാൻ പറ്റാത്ത സംഗതിയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആകെ ഗസയുമായിട്ട് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതിർത്തി മാത്രമാണുള്ളത്. പിന്നീട് മറ്റു ഭാഗം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗങ്ങളും മരുഭൂമി പ്രദേശവുമാണ്. ആ പ്രദേശത്തിലൂടെ മറ്റേതെങ്കിലും ഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരേതെങ്കിലും മറ്റ് രാജ്യത്തേക്ക് അഭയം തേടിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇപ്പോൾ അറബ് ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും ആളുകൾ ഒരേ പ്രദേശത്ത് നിന്ന് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അധികാരമില്ല. അതായത് ഇസ്രായേലിന് അധികാരമില്ല. കൃത്യമായ രീതിയിൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടണം. ആ വിവരങ്ങളെക്കുറിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കണം എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ അറബ് മേഖലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യത ഇപ്പോഴും പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാത്തതിൻ്റെ കാരണത്തെക്കുറിച്ചും അവർ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ സമാധാനപരമായിരിക്കുന്ന സന്ധി സംഭാഷണങ്ങളൊക്കെ അസ്തമിക്കുന്ന രീതിയിലാണ്, എവിടെയും എത്തുന്നില്ല. രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു. അത് രണ്ട് ഭാഗത്തേക്കുമുണ്ട്. 4 സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇപ്പോൾ കാൻ യൂണിസിൻ്റെ മേഖലയിൽ വെച്ച് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു. 2 പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ തരത്തിൽ എവിടെ ലക്ഷ്യം കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായിരിക്കുന്ന വിവരം പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനും സാധിക്കുന്നില്ല. അപ്പോൾ ഏറ്റുമുട്ടലുകൾ ഇത്രയേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ഏരിയകളും പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നടക്കുന്നുണ്ട് എന്നുള്ളതും റിപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ അതോടനുബന്ധിച്ചുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ജനാവലിയെ മാറ്റിയതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നതിനപ്പുറം അതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇസ്രായേൽ പറയേണ്ടതുണ്ട് എന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞതിനപ്പുറമായ രീതിയിൽ ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാൻ യൂണിസിൻ്റെ മേഖലയിൽ നിന്ന് ഇത്രയും ആളുകളെ കാണാതാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയകൾ നിയന്ത്രിക്കുന്നതും അതിൻ്റെ പുറത്തുള്ള ഏരിയകൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിന് അറിയാത്തൊരു സംഭവങ്ങളും ഇവിടെ നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനും 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പെട്ടെന്ന് തരാം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവർ മാറ്റപ്പെട്ട സ്ഥലമോ അതല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാറ്റപ്പെട്ട ജനങ്ങളുടെ ഭക്ഷണ സംബന്ധമായിരിക്കുന്ന ജീവിത സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തു കൊടുക്കുക? ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ അന്താരാഷ്ട്ര മേഖല അത് വലിയ ചർച്ചയായി. അത് UN സഭയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കണമെന്ന് പറഞ്ഞു. അത് നിരസിച്ചതോടുകൂടി യൂറോപ്യൻ യൂണിയൻ ശക്തമായിരിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് വന്നു. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. സൈനികപരമായിരിക്കുന്ന ഇടപെടൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പാടായി. പിന്നീട് അവർ കുറച്ച് ഇളവ് നൽകി വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങി. വാഹനങ്ങൾ കടത്തിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വിതരണം ചെയ്യേണ്ട ആരാണ് എന്നുള്ളതാണ്. വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതുവരെ ഉണ്ടായിരുന്നത് UN സഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അവരൊക്കെ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി അവർ മാറി നിന്നു. പിന്നീട് ആ പ്രവൃത്തി ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ സൈനികർ IDF ഒരു പ്രത്യേകമായിരിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ സംവിധാനം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അതാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർക്കിത് വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഇത്രയും വലിയ ജനാവലിക്കിടയിൽ 2-3 വാഹനങ്ങൾ എത്തുന്ന സമയത്ത് അതിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയല്ല. അതിനെക്കുറിച്ചുള്ള വിശദീകരണം പറയുന്നത് ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി തിക്കും തിരക്കും കൂടുകയും അടിപിടി കൂടുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതായത് തമ്മിൽ അടിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ മേഖലയിലേക്ക് സമാധാനം പറഞ്ഞുകൊണ്ട് ഇവർ വെടിവെക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 17 പേർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഇസ്രായേൽ നടത്തുകയും അവരുടേതല്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ആഭ്യന്തരപരമായിട്ടുണ്ടാക്കി മുമ്പ് ബ്രിട്ടീഷുകാർ ചെയ്ത രീതിയിലുള്ള പ്രവൃത്തികളാണ്. അവർ തമ്മിൽ അടി കൂടിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ന തരത്തിൽ വെടിവെക്കുന്നൊരു സ്ഥിതിവിശേഷം. അപ്പോൾ അവിടെ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് തങ്ങൾക്ക് വെടിവെച്ചതെന്ന് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. ആഴ്ചകളോളം പട്ടിണി കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യധാന്യവുമായിട്ട് ഒരു വാഹനം വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികപരമായി ആണും പെണ്ണും മൊത്തത്തിൽ എല്ലാവരും ഇറങ്ങിയിട്ട് ഈ വാഹനത്തിനോട് ചുറ്റുഭാഗം കൂടുമെന്നുള്ളത് ഉറപ്പാണ്. അതല്ലെങ്കിൽ ഭക്ഷ്യവിതരണം നടക്കുന്ന ഹാളിൽ നിറഞ്ഞു കൂടുമെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പം എന്തുണ്ടാവും, ഈ വാഹനത്തിൻ്റെ ഒരു വാഹനമോ 10 വാഹനമോ വന്നിട്ട് നിലവിലെ സാഹചര്യത്തിൽ അവിടെ യാതൊരു കാര്യവുമില്ല. ഒരേ ദിവസം 600 വാഹനങ്ങൾ വന്നിട്ട് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്ര അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് UN സഭ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്.
അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് 10 അല്ലെങ്കിൽ 20 വാഹനങ്ങൾ മാത്രം വരുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന വിഷയകാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ഗൗരവകരമായിരിക്കുന്ന വിഷയങ്ങൾ ഒന്ന്, അവർ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് കൊണ്ട് അതിൽ മുതലെടുപ്പ് നടത്തുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് നിലനിൽക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കുന്നു, എന്നിട്ട് അതിൽ മുതലെടുപ്പ് നടത്തുന്നു. രണ്ടാമത്തത്, കൂട്ടത്തോടു കൂടി ഫലസ്തീനികളെ ഒഴിവാക്കപ്പെടുന്നു. അപ്പോൾ ഏത് ഭാഗത്തിലേക്ക് എങ്ങോട്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരണവുമില്ല. അതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളില്ല. മാത്രവുമല്ല, അന്താരാഷ്ട്ര മേഖലയുള്ള പത്രപ്രവർത്തന ഏജൻസികളൊക്കെ തുലോം ഗസക്കകത്ത് ഇപ്പോൾ കുറവാണ്. കാരണം ഓരോ ഏരിയകളും ഇസ്രായേൽ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരിക്കലും പത്രമീഡിയക്കാർ സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പതുക്കെ ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ സുരക്ഷാ മേഖലയുള്ള മറ്റ് ഏരിയകളിലേക്കോ മാറുന്നൊരു സ്ഥിതി വിശേഷവും റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.